റിലയബിൾ ആയിരിക്കണം വണ്ടി. ഒരു 10-15 വർഷം എനിക്ക് ഓടിക്കണം. ഈ മൈൻഡ് ഉള്ളവർക്കൊക്കെ പോവുക രാവിലെ യമഹ ഷോറൂമിലോട്ട് ഓടിച്ച് നോക്കുക, വാങ്ങിച്ചുകൊണ്ട് വരിക, അത്രേ ഉള്ളൂ. ഈ XSRന്റെ കൂടെയൊക്കെയാണ് ഇതിനെ ലോഞ്ച് ചെയ്തത്. ഓക്കെ, അത് ഞാൻ വിചാരിച്ചു എന്തിൻ്റെ കേടായിരുന്നു ഇത്. സെഗ്മെന്റിൽ തന്നെ ഏറ്റവും അണ്ടർ പവേർഡ് ആയിട്ടുള്ള എഞ്ചിനാണിത്. അത് ഓടിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും. ചിലപ്പം പരിപാടി നടക്കും. അതെ, ചിലപ്പോൾ കോൺഫിഡൻസ് കിട്ടത്തില്ല നമുക്ക്. അതാണ് മെയിൻ. കോൺഫിഡൻസ് മീൻസ് നിനക്ക് ആ ഒരു ഭയങ്കര കാൽക്കുലേറ്റ് ചെയ്ത് വേണം ഓവർടേക്സ് നടത്താൻ. എഞ്ചിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഒടുക്കത്തെ സ്മൂത്താണ്. 8000 RPM വരെ നീ റെവ് ചെയ്തോ, സ്മൂത്തായിട്ടാണ് കയറി പോകുന്നത്. അത് നല്ല സ്പോർട്ടി ആയിട്ട് കയറുകയും ചെയ്യും. ആ റെവ് ആർക്കും സർവീസ് ചെയ്യാൻ അറിയാം. പാർട്സ് ഭയങ്കര അവൈലബിൾ ആണ്. ഈ FC നമ്മൾ ഓൾറെഡി 2 തവണ ചെയ്തതല്ലേ, അപ്പൊ പിന്നെ ഇത് എത്ര എണ്ണം ഉണ്ട്? ഇത് FC-X ഉണ്ട്, FC-SFI വേർഷൻ 4 ഉണ്ട്, FC-SFI ഉണ്ട്, എന്നിട്ട് FC-SFI ഹൈബ്രിഡ് ഉണ്ടായിരുന്നു ഇതുവരെ. അതിന്റെ ഇടയ്ക്കോട്ട് ഈ സാധനത്തെ കുത്തിക്കയറ്റി. ഇടയ്ക്കെന്ന് പറയുമ്പോൾ FC-SFIയുടെയും FC-SFI വേർഷൻ 4ന്റെയും ഇടയ്ക്കായിട്ട് വരും. എല്ലാം മനസ്സിലായി കാണുമല്ലോ. അതെ, അത് സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പറഞ്ഞാൽ ഒരു പിടുത്തം കിട്ടുന്നില്ല, ഒന്നുമില്ല. ഇത് ടോപ്പ് എൻഡ്, മിഡ്, ബേസ് അങ്ങനെ. ഇപ്പൊ ഒരു സാധാരണ FC നിനക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.30 പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചോ. 1.11 എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഓൺ റോഡ് ഒക്കെ വരുമ്പോഴേക്ക് ഒരു 1.30 കൂട്ടിക്കോ. ആ ഒരു പ്രൈസിൽ തുടങ്ങിയിട്ട് 1.80 വരെയാണ് യമഹ FC-യുടെ വില വരുന്നത്. അതാണ് ഹൈബ്രിഡ്. ഏറ്റവും ബേസ് FC-X-നാണ് ഈ പറഞ്ഞ മറ്റേ 1.30 എന്നൊക്കെയുള്ള റേഞ്ചിൽ വരുന്നത്. 50,000 രൂപയോളം പ്രൈസ് ഗ്യാപ്പ് ഉണ്ട്. ഈ പ്രൈസ് ഗ്യാപ്പിനിടയ്ക്ക് നമുക്ക് ഇത്രയും മോഡൽസ് കിട്ടുന്നുണ്ട്. 1.5 ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യം കാണാൻ നല്ല ഒരു അഗ്രസീവ് ലുക്കുള്ള FC. ഇതൊരു മിഡ് വേരിയന്റ്. 2, 3, 4 ലുക്കിൽ ഇപ്പോൾ FC അവൈലബിൾ ആണ്. അങ്ങനെ ഒരേ ബൈക്ക് നിനക്ക് 4 ലുക്കിലും അതിൽ ചെറിയ 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 ഫീച്ചർ വ്യത്യാസത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് ആദ്യം അവർ നമ്മുടെ പുതിയ എയ്റോക്സ് ഇലക്ട്രിക്, അതുപോലെ തന്നെ ഈ XSRന്റെ കൂടെയൊക്കെയാണ് ഇതിനെ ലോഞ്ച് ചെയ്തത്. ഓക്കെ, അത് ഞാൻ വിചാരിച്ചു എന്തിൻ്റെ കേടായിരുന്നു ഇതിപ്പോൾ. FC റേവെന്നൊക്കെ പേരൊക്കെ കേട്ടോ, ഫ്രണ്ടൊക്കെ ഇടുന്നതും കൊള്ളാം, വിഷയം അപ്ഡേറ്റ് ആയി. ഓക്കെ, ഇപ്പോൾ ഒരു അപ്ഡേഷൻ എന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു വേരിയന്റ്. ആ ഒരു ഇമ്പോർട്ടൻസ് യമഹ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളൂ. നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബേസിക്കലി എഞ്ചിൻ, ഷാസി, ബ്രേക്സ്, സസ്പെൻഷൻ, എർഗണോമിക്സ് എല്ലാം നോർമൽ FC തന്നെയാണ്. അപ്പോൾ അതായത് ഈ പ്രൈസിന്റെ ആ സെഗ്മെന്റ് അങ്ങ് ഫില്ല് ചെയ്യുമായിരുന്നു ഒരു വണ്ടിയും കൂടെ കൊണ്ടുവന്ന്. ഫില്ല് ചെയ്യണമെന്നൊന്നും ആരും ആവശ്യപ്പെട്ടൊന്നുമില്ല. യമഹ അവിടെ ചോർണോ കൂടെ ഞാൻ കൊടുത്തതാണ്. എന്തായാലും പാർട്സ് കുറേ അവിടെ ഇരിപ്പുണ്ട്. പഴയ ആ ഒരു FC-25ന്റെ ഹെഡ് ഡിസൈനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. മീറ്റർ കൺസോൾ FC-25ന്റെ കൂട്ടെന്നാണ്. ആ സെയിം ഹെഡ് ലാമ്പ് അല്ല വെച്ചേക്കുന്നത്, DRL ഡിസൈൻ വ്യത്യാസമുണ്ട്. പക്ഷേ ഒറ്റ നോട്ട് നമ്മൾ ദൂരെ നോക്കിയാൽ കാണുന്ന തോന്നുന്നു. അതുപോലെ തന്നെ മീറ്റർ കൺസോൾ FC-25ന്റെ ആണ്. ഈ ടെയിൽ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് FCS വേർഷൻ 4ന്റെ ആണ് വെച്ചേക്കുന്നത്. ടെയില് ഈ ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ. പിന്നെ എന്തോ ഭാഗത്ത് ഈ പേരിനെല്ലാം LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല പ്രീമിയം ഫീലും ലുക്കും ഒക്കെ ഉണ്ട്. അതെ, ഈ കാലത്ത് ഇനിയും ഒരു ഹാലോജൻ കൊടുത്തോണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ ഈ വണ്ടി നമുക്ക് റിവ്യൂനായിട്ട് തന്നിരിക്കുന്നത് ഭാരതീയ തിരുവല്ലയാണ്. സാറിൻ്റെ അടുത്ത് ഈ വണ്ടി നല്ല യമഹയുടെ എല്ലാ മോട്ടോർ സൈക്കിൾസും സ്കൂട്ടേഴ്സും സ്റ്റോക്ക് അവൈലബിൾ ആണ്, ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വാങ്ങണമല്ലോ ബുക്ക് ചെയ്യണമല്ലോ ഒക്കെ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സർവീസിന് വരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓവറോൾ പുറമേ ഉള്ള ലുക്ക് വൈസ് ഇത്ര വ്യത്യാസമേ ഉള്ളൂ. മീറ്റർ കൺസോള്, ഹെഡ് ലാമ്പ്, ടെയിൽ ലാമ്പ്, ഇത്രേ ഉള്ളൂ. എഞ്ചിൻ വൈസ് എന്തോ വ്യത്യാസം? സെയിം എഞ്ചിനാണ്. ഹൈബ്രിഡിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്ന എഞ്ചിനകത്ത്. ടൂണിങ് എല്ലാം സെയിമാണ്. എന്തിനു മാറ്റണം, എന്ത് കാര്യത്തിന്? ഇങ്ങോട്ട് അതാണ് സംഭവം. അതാണ് ഒരു ഷോറൂമിലോട്ട് കയറുമ്പോൾ നിനക്ക് FC നോക്കുമ്പോൾ ആള് കുറച്ച് കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്. ഇതെടുക്കണോ അതാ ഇതെടുക്കണോ, ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഞാൻ പോകാം. അങ്ങനെയാണ് അവൻ. അല്ലാണ്ട് FC എടുക്കാണ്ട് അവൻ അവിടെ ഇറങ്ങരുത്. ആ രീതിക്കാണ് ഇതിനെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എഞ്ചിൻ വൈസ് എങ്ങനെയുണ്ട് ശരിക്കും? FC-യുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആകെ ഈ വണ്ടിയുടെ ഏറ്റവും പൊളി സാധനം എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളാണ്. 1 എഞ്ചിൻ, 2 ഇതിന്റെ കംഫർട്ട്. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് FC ആളുകൾ വാങ്ങിക്കുന്നത്. കംഫർട്ട് വൈസ് പക്കാ സാധനമാണ്. കംഫർട്ട് വൈസ് പക്കയാണ്. അതിലോട്ട് വരാം. അതിനുമ്പോൾ എഞ്ചിൻ്റെ കാര്യം പറയാം. സെയിം ആ ഒരു 150cc എഞ്ചിൻ തന്നെയാണ്. സെഗ്മെന്റിൽ തന്നെ ഏറ്റവും അണ്ടർ പവേർഡ് ആയിട്ടുള്ള എഞ്ചിനാണിത്. അത് ഓടിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഇപ്പം അപ്പാഷെ 160 2V ആയിക്കോട്ടെ, എക്സ്ട്രീം 160 2V ആയിക്കോട്ടെ, അതാണ് ഇതിന്റെ 2 കോമ്പറ്റീറ്റേഴ്സ് മെയിൻ ആയിട്ട് വരുന്നത്. അതുപോലെ ഇതിന്റെ യൂണിക്കോൺ ഇതായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതെ. ആ 2 മോഡൽസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിന് കുറെ കൂടെ ആ ഒരു സോഫ്റ്റ് ആണ്, ചെറിയ ശാന്തനാണ്. എന്നാൽ നിനക്ക് പവർ ഉണ്ടോ എന്ന് വെച്ചാൽ 150യുടെ പവറൊക്കെ തരുന്നുണ്ട്. 2 പേരെ വെച്ചുകൊണ്ട് നിനക്ക് സ്മൂത്തായിട്ട് ഇതിലേ വേണേലും ഓടിച്ചുകൊണ്ട് പോകാം. അല്ലേ, പ്രശ്നം വരുന്നത് ഇത്രയേ ഉള്ളൂ, ഫീൽ ചെയ്യത്തില്ല. ആ ഒരു പഞ്ച് ഫീൽ ചെയ്യത്തില്ല. അതാണ് പ്രശ്നം. പ്രത്യേകിച്ച് ഇപ്പം നീ ഇപ്പോൾ ഒരു 80 ഇങ്ങനെ വന്നോണ്ടിരിക്കും, ഹൈവേ നല്ല സുഖത്തിൽ 80 വന്നോണ്ടിരിക്കുക, പെട്ടെന്ന് ഫ്രണ്ടിലുള്ള വണ്ടി സ്ലോ ഡൗൺ ആക്കി, നീ സ്ലോ ഡൗൺ ആക്കി, ഒരു നമ്മൾ 80 എന്നൊരു 45-50 റേഞ്ചിൽ വന്നു. എന്നിട്ട് നിനക്ക് ഫ്രണ്ടിലുള്ള വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്യണം. വരുന്ന ഗിയറിൽ നടപടിയാകത്തില്ല, 5th ഗിയറിൽ നടപടിയാകത്തില്ല. 1-2 ചിലപ്പോൾ താക്കേണ്ടി വരും നിനക്ക്. ഡിപ്പെൻസ് ഓൺ ദ വെയിറ്റ്.
എത്രത്തോളം ലോഡ് ഉണ്ട് വണ്ടിയിൽ ഇതില് ഞാൻ ഒറ്റയ്ക്ക് ഓടിക്കും. ഒറ്റയ്ക്കാണ് ഓടിക്കുന്നതെങ്കിൽ ഫോർത്ത് ചിലപ്പോൾ പരിപാടി നടക്കും, എന്നാലും ഇച്ചിരി സമയം എടുക്കും. ചിലപ്പം പരിപാടി നടക്കും. അതെ, ചിലപ്പോൾ കോൺഫിഡൻസ് കിട്ടത്തില്ല നമുക്ക്, അതാണ് മെയിൻ. കോൺഫിഡൻസ് മീൻസ് എനിക്ക് ആ ഒരു ഭയങ്കര കാൽക്കുലേറ്റ് ചെയ്ത് വേണം ഓവർടേക്സ് നടത്താൻ, ആ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ പക്ഷേ കയറ്റം കയറുന്നതിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല, അതൊക്കെ സ്മൂത്ത് ആയിട്ട് പോകും. എഞ്ചിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഒടുക്കത്തെ സ്മൂത്താണ്. 8000 RPM വരെ നീ റിവ് ചെയ്തോ, സ്മൂത്തായിട്ടാണ് കയറി പോകുന്നത്. അത് നല്ല സ്പോർട്ടി ആയിട്ട് കയറുകയും ചെയ്യും ആ റെവ്. പക്ഷേ 8000 കഴിഞ്ഞാൽ വൈബ്രേഷൻസ് ഫീൽ ചെയ്യും. ഇത് മറ്റേ കൂട്ടാണ്, അതായത് ബോട്ടമിൽ ഒട്ടും പവർ ഇല്ല, എന്നാൽ ടോപ്പ് ചെല്ലുമ്പോഴത്തേക്കും കയറി അല്ല, ഇതിന് ബോട്ടവും മിഡ് റേഞ്ചും ആണുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ഒരു 8000 RPM വരെയാണ് വണ്ടിയുടെ പവർ. 8000 കഴിഞ്ഞാൽ വൈബ്രേഷനേ ഉള്ളൂ. പിന്നെ വെറുതെ പെട്രോൾ കത്തിക്കാന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും യൂസബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്നത് ഒരു 6000 ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിരിക്കും, നല്ല ഓടിക്കുന്ന ഒരു ഫീലും കിട്ടും, എല്ലാ സെറ്റപ്പും കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോർത്ത് സിറ്റിയിലൊക്കെ പെയ്യാണെങ്കിലും ഓടിക്കാം, കുഴപ്പമില്ല, അതിലൊക്കെ എടുക്കാം. പക്ഷേ ആ പെയ്യ അങ്ങനെ ഓടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റോട്ടേക്ക് ചെയ്യുമ്പോൾ കൈ കൊടുത്താൽ അങ്ങനെ അങ്ങ് കുതിച്ച് കയറത്തില്ല, ചിലപ്പോൾ ഒന്ന് ഡൗൺ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ സിറ്റിയിൽ ഇത് ഫ്ലിക്കബിൾ അടിപൊളിയാണ് വണ്ടി, അടിപൊളിയാണ്. ചെറിയ വീൽ ബേസ് ആണ്, വെയിറ്റ് ഭയങ്കര കുറവാണ്. അതാണ് എഫ്സിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. ഇതിന്റെ വെയിറ്റ് 37 വരുന്നത്, 140 കിലോയ്ക്ക് താഴെയാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. അപ്പം നല്ല ലൈറ്റ് വെയിറ്റ് ആണ് വണ്ടി, അതും ഈ പെർഫോമൻസ് ഓക്കെയാണ്. അത് ചേർന്നിട്ടാണ് ആ എഫിഷ്യൻസി എനിക്ക് കിട്ടുന്നത്. സുഖമായിട്ട് തന്നെ 55 കിലോമീറ്റർ മൈലേജ് തരാൻ പറ്റും. 55 ഈസി കിട്ടും. നീ നല്ല പയ്യെ പാവം പിടിച്ച് ഓടിക്കുന്നവരത്തിനാണെന്നുണ്ടെങ്കിൽ 60 റേഞ്ചിനും കിട്ടും. അതാണ്, അതായത് 55 ഇതിന് മൈലേജ് തരുന്നുണ്ട്. ഞാൻ യമയുടെ ഷോറൂമിൽ തന്നെയാണ്, അവിടെ ഹൈബ്രിഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അത് കുറച്ചും കൂടെ പൈസ മുടക്കി അത് എടുക്കുന്നത് ബുദ്ധിമുട്ടാണോ അതോ ഇത് എടുക്കുന്നത്? എനിക്ക് ആ മീറ്റർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കണം. അതൊഴിച്ച് ഇപ്പോൾ മൈലേജ് നോക്കിയിട്ടാണ് നീ ഹൈബ്രിഡ് നോക്കുന്നെങ്കിൽ, നമ്മൾ വളരെ സമാധാനത്തിൽ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഹൈബ്രിഡ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ആ വണ്ടിക്ക് ഒരു 10%, 8-10% അല്ലെ 13% ഒരു ഫ്യൂൽ ഹൈക്ക് വരും. ഓക്കെ. അതായത് ഇപ്പോൾ എത്ര ഒരു 5-6 കിലോമീറ്ററിന്റെ വ്യത്യാസം വരും, അത്രയൊക്കെ വരത്തുള്ളൂ. 10-20 ഒന്നും ഇല്ല അല്ല, ഹൈബ്രിഡ് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, ചെറിയ പരിപാടിയാണ്. അപ്പോൾ എന്തായാലും പവറിനകത്തും വ്യത്യാസമുണ്ട്. ഇല്ല, അതൊന്നും ഫീൽ ചെയ്യത്തില്ല. ഓൺ പേപ്പറിൽ ഒരു 0.8 NM പഞ്ച് കിട്ടുമെന്നൊക്കെ പറയാം. അത് പക്ഷേ എഞ്ചിനെ കുറച്ചുകൂടെ അതിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്, അല്ലാണ്ട് വീലിലോട്ടൊന്നും അത് എത്താനേ പോകുന്നില്ല. 0.8 NM വ്യത്യാസമാണ്. അതാണ് ഫ്യൂൽ എഫിഷ്യൻസി, റിലയബിലിറ്റി. മുടിഞ്ഞ റിലയബിൾ എഞ്ചിനാണ്, ആർക്കും സർവീസ് ചെയ്യാൻ അറിയാം, പാർട്സ് ഭയങ്കര അവൈലബിൾ ആണ്, വലിയ ചിലവൊന്നും ഇല്ലാണ്ട് സർവീസ് ചെയ്തു എത്ര കിലോമീറ്റർ വേണേലും ഓടിച്ചോണ്ട് നടക്കാവുന്ന രീതിക്കുള്ള ഐറ്റമാണ്. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. സീറ്റിംഗ് പോസ്ചർ, എർഗണോമിക്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ? സീറ്റിംഗ് പോസ്ചർ നല്ല റിലാക്സ്ഡ് ആണ്. റിലാക്സ്ഡ് മീൻസ് ഞാൻ പറയത്തില്ല ഫുള്ള് നമ്മൾ ഇത് സോഫ വലിയ സീറ്റ് അറിയോ? ഞാൻ ഉൾപ്പെടെ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൊള്ളാലോ ആ ഒരു രീതി. റൈഡർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അത് തൈ സപ്പോർട്ട് വരെ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. നിനക്ക് എത്ര നേരം വേണേലും ഈ സീറ്റ് ഇരിക്കാം, എത്ര ദൂരം വേണേലും ഈ സീറ്റ് ഇരിക്കാം. ബാക്കിലോട്ട് ഇറങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട്. ഇനി ഫ്രണ്ടിൽ ഇരുന്നാലും നല്ല സപ്പോർട്ടുണ്ട്. അതാണ് അപ്പം ഇഷ്ടം പോലെ സ്പേസ് വരുന്നുണ്ട്. ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് നല്ല സപ്പോർട്ടും വൈഡും ആയിട്ടുള്ള ബാക്ക് സീറ്റ് ആകുന്നത്. നല്ലൊരു ഗ്രാബ് റെയിൽ വരുന്നുണ്ട്, അങ്ങനെ സീറ്റിംഗ് വൈസ് വണ്ടി നല്ല കംഫർട്ടബിളാണ്. ഇരിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ലോവർ ബോഡി ഒരു ന്യൂട്രലിലായിരിക്കുന്നത്. നമ്മൾ ഒത്തിരി അങ്ങ് 40 സെറ്റും അല്ല, എന്നാൽ ഒത്തിരി സ്പോർട്ടീവ് അല്ല, ഇതിൻ്റെ ഇടയ്ക്കിരിക്കും. അതിന് കുറച്ച് മുന്നോട്ടായിട്ടാണ് നമ്മൾ ഹാൻഡിൽ ബാറിൽ പിടിക്കുന്നത്. കുറച്ചൊന്ന് ഒരു സ്പോർട്ടിനെസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കമ്പയർ ചെയ്യുകയാണെങ്കിൽ യൂണിക്കോൺ അത്രയും അങ്ങ് അപ്പച്ചമാരുടെ യൂണിക്കോണിലൂടെ അത്ര അപ്പച്ചമാരോട്ടുള്ള ഇരിപ്പല്ല. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ്. അപ്പാച്ചിയുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം സിമിലർ ടു അപ്പാഷ. പക്ഷെ അപ്പാഷയുടെ ഫുഡ് പെക്ക് കുറച്ചും കൂടെ അപ്പാണ്. അപ്പൊ ലോവർ ബോഡി കുറച്ചുകൂടെ സ്പോർട്ട് ചെയ്യാം. ഇതിന്റെ അതും റിലാക്സ്ഡ് ആണ്. അപ്പൊ കാലിന് വേദനയുള്ള ഒരു ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞു കമ്പ്യൂട്ടർ അങ്ങനത്തെ സീനൊക്കെ ഉള്ള ടീമുകൾക്കൊക്കെ വണ്ടി നല്ലത്. കാരണം വെയിറ്റും ഇല്ല, കാലും റിലാക്സ്ഡ് ആയതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് ഓടിച്ചു നടക്കാം. സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും കിടിലൻ കംഫർട്ടാണ്. കംഫർട്ട് പ്ലസ് ഹാൻഡ്ലിങ്ങിന്റെ ഒരു മിക്സ് ആണ്. യമഹ ഓൾവേസ് എനിക്ക് R1 സീരീസ് അല്ലെങ്കിൽ MG സീരീസിനകത്തേ ഉള്ളൂ തിരിച്ചുള്ളത്. ബാക്കി ഇങ്ങനത്തെ കമ്മ്യൂട്ടിംഗ് FCയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അതാണ്, ബാലൻസ്ഡ് ആയിട്ടുള്ള സസ്പെൻഷൻ കിട്ടും. നിനക്ക് ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ നിനക്ക് ബ്രേക്ക് പിടിക്കുന്നതിനാലും നല്ല ടയർ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്, കോർണറിങ് ചെയ്യുമ്പോഴാണെങ്കിലും ടയർ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. പക്ഷേ ഗട്ടറി ചാടി കഴിഞ്ഞാൽ കംഫർട്ടബിളും കൂടെ ആയിരിക്കും. അതായത് അത്ര വലിക്കത്തില്ല. കമ്പയറിംഗ് ടു യൂണിക്കോൺ ഇത് കുറച്ചുകൂടെ ഹാർഡറാണ്. പക്ഷേ നമ്മളറിയത്തില്ല, ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിക്ക് ഹാർഡറല്ല. ഞാൻ ചോദിക്കട്ടെ, ബാക്കിൽ ഒരാളും കൂടി ഇരിക്കുവാണല്ലോ, കുറച്ചും കൂടെ അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ളവര് വലിയ ഒലച്ചിലൊന്നുമില്ല, ബാലൻസ്ഡ് ആയിട്ട് തന്നെ വണ്ടി അടിച്ചു കിട്ടി ബാലൻസ് ആയി പോയി. അത്രേ ഉള്ളൂ. നൈസ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുണ്ട്. പിന്നെ യമഹയുടെ ബ്രേക്കിങ്ങിന്റെ കാര്യമാണെങ്കിലും നൈസാണ്. കാരണം ഇനിഷ്യൽ ബ്രേക്ക് സോഫ്റ്റ് ആണ്. ഇനിഷ്യൽ സോഫ്റ്റ് ആയിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. അത് ഏത് ഇതുപോലുള്ളൊരു കമ്പ്യൂട്ടർ ബൈക്ക് എടുത്ത് നീ ഓടിച്ചെന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സോഫ്റ്റ് വരത്തുള്ളൂ. കാരണം ഇത് ബിഗിനേഴ്സ് ഓടിക്കുന്നതായതുകൊണ്ട് ആദ്യമേ ഷാർപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്സിഡൻറ്റ് ഉണ്ടാക്കും. അതല്ല ഇതുപോലുള്ള ബൈക്കിന് അത്ര ഷാർപ്പ് ഇനിഷ്യൽ ബൈക്കിൻ്റെ ആവശ്യമില്ല. പക്ഷേ യമഹയുടെ ഒരു പ്ലസ് പോയിന്റ് ബാക്കി കമ്പനീസിനെ ചെയ്യാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ
പിന്നീട് അത് ഇനിഷ്യൽ ബൈറ്റ് സോഫ്റ്റ് ആണെങ്കിലും പിന്നീട് നീ കൈ കൊടുക്കുന്നതനുസരിച്ച് എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടും ലിവറിൽ. ബ്രേക്കിംഗ് നല്ല ബ്രേക്കിംഗ് നല്ല പവർഫുള്ളാണ്. പ്ലസ് ഫ്രണ്ടിൽ ABS വരുന്നതുകൊണ്ട് നീ ബ്രേക്കിംഗിനകത്ത് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ടയറിന്റെ ഗ്രിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഡീസെന്റ് ആണ് സ്റ്റോക്ക് ടയർ. ബാക്കിൽ റേഡിയൽ ടയർ തരുന്നുണ്ട്. റേഡിയൽ തരുന്നുണ്ടെങ്കിൽ കൂടി അത്ര സോഫ്റ്റ് കോമ്പൗണ്ട് കാര്യങ്ങളൊന്നും. പക്ഷേ ഇതുപോലുള്ളൊരു കമ്മ്യൂട്ടർ ബൈക്കിന് ഇറ്റ്സ് ഫൈൻ. അത്രേ ഉള്ളൂ. പിന്നെ വെറ്റിൽ ഓടിച്ചൊന്നും ഓടിച്ചില്ല എനിക്ക് പറയാനും വേണ്ടി. ഇത് പോകുന്ന കാരണം ഇത് കേറത്തുമില്ല, ടയറിന്റെ ഗ്രിപ്പ് വിടിയിക്കാനും വേണ്ടിയുള്ള പവറും ഇല്ല. എന്നാൽ ആരും അത്ര ഹാർഡായിട്ട് ഇതിൽ ബ്രേക്കിംഗ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. മറ്റേ വേരിയന്റിനകത്ത് ട്രാക്ഷൻ കൺട്രോൾ ഇല്ലേ? ടോപ്പിന് ഇതിനകത്ത് ഇല്ല, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇല്ല, അത് പക്കയാണ്. അത് തരാഞ്ഞത് നല്ല കാര്യം. പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ടാങ്ക് ഡിസൈനിൽ വലിയ വ്യത്യാസം എനിക്ക് തോന്നിയില്ല. അതേ നീ പറഞ്ഞായിരുന്നല്ലോ ഇരിക്കുമ്പോ നമുക്ക് ഹഗ് ചെയ്ത് പിടിക്കാൻ നല്ല രസമായി. ടാങ്ക് പ്രോപ്പർ ആയിട്ട് നമ്മുടെ നീ വന്ന് ലോക്ക് ആവും. കോർണറൊക്കെ ചെയ്യുമ്പോൾ എല്ലാം നല്ല കോൺഫിഡൻസ് ആയി. ഇത് അങ്ങനെ പെടത്തേണ്ട കാര്യമൊന്നുമില്ല വണ്ടി. പക്ഷേ വേണമെങ്കിൽ നിനക്ക് ഇടയ്ക്കൊന്നും പെടത്താം. അതുപോലത്തെ ഒരു സാധനമാണ്. ഫ്യൂൽ ടാങ്ക് ഒക്കെ സെയിം. ക്രൂസിംഗ് സ്പീഡ് നിനക്കൊരു 80-85 ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അത് മണ്ടക്കോട്ട് വണ്ടി പോവാം. ഈ പറഞ്ഞ പോലെ 8000 RPM വരെയൊക്കെ നിനക്ക് എഞ്ചിനെ പിടിച്ച് ഓടിക്കാം. ടൈം എടുത്തല്ലേ കയറത്തുള്ളൂ? കയറുന്നതിൻ്റെ അല്ല, ടൈം എടുത്തേ കയറത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ ക്രൂസിംഗ് സ്പീഡ് കയറി കഴിഞ്ഞ് നിനക്ക് കംഫർട്ടബിൾ ആയിട്ട് പിടിച്ചോണ്ട് പോകാനുള്ള സ്പീഡിൻ്റെ കാര്യം പറഞ്ഞു. 80-85. അവിടെ വൈബ്രേഷൻ ഒന്നും ഇല്ല. ഇല്ല. ഹാൻഡിൽ ഫുട് ഒരു വൈബ്രേഷൻ ഇല്ല. നൈസ്. വലിയ സംഭവം ഒന്നും അല്ല വണ്ടി, ഒരു സിമ്പിൾ വണ്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ആർക്കൊക്കെ എടുക്കാം? കോളേജ് പിള്ളേർക്ക് പറ്റുമോ? ഇത് ഡിസൈൻ വൈസ് അല്ലാതെ പറ്റുമോ? അല്ലാതെ ഇപ്പൊ പെർഫോമൻസ് നോക്കുന്നവർക്ക് പറ്റത്തില്ല. പെർഫോമൻസ് നോക്കുന്നവർ MDO അല്ലെങ്കിൽ അപ്പാഷെ സീരീസുകളോ എക്സ്ട്രീമോ ഹോണറ്റ് 2.0 അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ എടുക്കുക ഈ ഒരു റേഞ്ചിൽ വരുന്നത്. ഇത് മെയിനായിട്ടെന്ന് പറയുന്നത് എഫിഷ്യൻസിയാണ്, കമ്മ്യൂട്ടിംഗ് ആണ്. അങ്ങനെ ഇച്ചിരി നല്ല ലുക്കുള്ളത് നോക്കുക. ഏത് ആംഗിളിൽ നോക്കിയാലും വണ്ടി നല്ല ലുക്കാണ്. നല്ല ലുക്കിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നല്ല മൈലേജും തന്ന് നിനക്ക് സർവീസും വലിയ ചിലവൊന്നും ഇല്ലാണ്ട് എന്നും ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നൊരു വണ്ടി, കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി. ഇപ്പം കോളേജ് സ്റ്റുഡൻസിന് എടുക്കാം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഡെയിലി ഓഫീസിൽ പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവരാണ് കൂടുതൽ ഇതിൻ്റെ കസ്റ്റമേഴ്സ്. ഈ ഒരു ലുക്കിൽ എന്ന് പറയുമ്പോൾ ഒരു 20 to 30-35 ആളുകൾക്ക് വേണ്ടിയാണ് ഈ സാധനം. കാരണം ഫാമിലി പരിപാടി സ്മൂത്ത് ആയിട്ട് നടക്കും. പിള്ളേനെ വെച്ചോണ്ടാണെങ്കിലും സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. ചന്തയിൽ അവിടെ ഇവിടെ എല്ലാം മൈലേജും കിട്ടും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഫൈനൽ വെഡിക്റ്റ് ഇത്രയേ ഉള്ളൂ. നിനക്ക് സ്ട്രിക്ട്ലി നിന്റെ ബഡ്ജറ്റ് 1.5 lakhs ആണ്. അതിനുള്ളിൽ നിനക്കൊരു നല്ല 150cc ബൈക്ക് വേണം, മൈലേജ് ഉള്ളത്, കംഫർട്ട് ഉള്ളത്, റിലയബിൾ ആയിരിക്കണം വണ്ടി. ഒരു 10-15 വർഷം എനിക്ക് ഓടിക്കണം. ഈ മൈൻഡ് ഉള്ളവർക്കൊക്കെ പോവാ രാവിലെ യമഹ ഷോറൂമിലോട്ട് ഓടിച്ച് നോക്കുക, വാങ്ങിച്ചുകൊണ്ട് വരിക. അത്രേ ഉള്ളൂ. ആക്സസറീസ് എന്തെങ്കിലും വരുന്നുണ്ടോ ഇതിന് ഞാൻ അങ്ങനെ ആക്സസറീസ് അധികം കണ്ടില്ല. മേ ബി ടാങ്ക് ഗ്രിപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്, അത് യമഹയുടെ സൈറ്റിൽ അങ്ങനെ കുറച്ച് അലുവെളുത്ത പരിപാടികളുണ്ടെന്നുള്ള അതൊന്നും അങ്ങനെ ആദ്യം കയറ്റി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇത്രയൊക്കെ ഉള്ളൂ പറയാം. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വണ്ടിയെ പറ്റി തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇന്നത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വേണ്ടിയിട്ട് കാണാം. മെഷീൻ്റെ സൗണ്ട് ആയിരിക്കും മൊത്തം. മെഷീൻ്റെ സൗണ്ട് ഇതിൻ്റെ ശബ്ദം കേൾപ്പിച്ചില്ല.